നമ്മുടെ എല്ലാം ഫോണുകളിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും. കമ്പനി തരുന്നതും അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഫോൺ കിട്ടുമ്പോൾ തന്നെ ഉള്ള ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടാവും. ഒരു പക്ഷേ ഈ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനും നമ്മുടെ എല്ലാ പെർമിഷനുകളും എടുത്ത് അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മൊബൈൽ ഡാറ്റ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ ഒരുപാട് അവർ വലിച്ചെടുക്കും. മാത്രമല്ല, ഇത്തരത്തിൽ നാം ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ നമ്മളത് ആപ്പ് ഇൻഫോ, ആ ഒരു ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ക്യാഷ് ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് നിർത്തിയാൽ മതി. നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയാൻ കാരണം, ഇപ്പോൾ നിരവധി ആപ്ലിക്കേഷനുകൾ ഡാറ്റ ചോർത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മുമ്പ് ഇതേക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ പല ആളുകളും നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നത് ജസ്റ്റ് ആ ഒരു ആപ്പ് ലോങ് പ്രസ് ചെയ്യുകയും അൺഇൻസ്റ്റാൾ ചെയ്യുകയുമാണ് ചെയ്യാറ്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് വട്ടം ഞാൻ വീഡിയോയിൽ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷനുകൾ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാതെ ലോങ് പ്രസ് ചെയ്ത ശേഷം ആപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്ത് അതിന്റെ പെർമിഷനുകളും നോട്ടിഫിക്കേഷനുകളും എല്ലാം ഓഫ് ചെയ്ത് വേണം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ. അല്ലെങ്കിൽ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും അതിന്റെ ഡാറ്റ നമ്മുടെ മൊബൈലിൽ അവശേഷിക്കും. മാത്രമല്ല, ആ ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ, അഥവാ നമുക്ക് ആ ഒരു ആപ്പിന്റെ നോട്ടിഫിക്കേഷനിൽ ഓരോരോ സംഭവങ്ങളും ഓരോരോ പരസ്യങ്ങളും ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഓരോ ആപ്ലിക്കേഷനുകളോ അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഈ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളോ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ അതും ഇതേപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണ് പതിവ്. ഒരു പക്ഷേ വെബ്സൈറ്റുകളോ ആപ്ലിക്കേഷനുകളോ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കില്ല. നമ്മുടെ വിലപ്പെട്ട ഇമെയിലിൽ നമ്മൾ ആ ആപ്പുമായി ഡിസ്കണക്ട് ചെയ്യാതെ നമ്മൾ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ആപ്പ് എത്രത്തോളം കാലം നമ്മുടെ ഇമെയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് സ്പാം മെയിലുകൾ വന്നുകൊണ്ടിരിക്കും, നമുക്ക് തട്ടിപ്പ് മെയിലുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. മുമ്പ് ഞാൻ ആവർത്തിച്ചതാണ്, പക്ഷെ ഇപ്പം ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. തട്ടിപ്പ് പെരുകുന്ന സാഹചര്യമായതുകൊണ്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതുപോലെ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വീഡിയോകൾക്കായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. നമ്മുടെ ഫോണിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം റാമിൻ്റെ സ്പേസ് എടുക്കും, ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ സ്പേസ് എടുക്കും, നമ്മുടെ മൊബൈൽ ഡാറ്റ എടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്യാതെ ആപ്പ് ഇൻഫോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ആദ്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പം ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും പെർമിഷനൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളും ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതുപോലെ എല്ലാ പെർമിഷനുകളും ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗം വരും എന്നുള്ള ആപ്ലിക്കേഷൻ മാത്രം. നിങ്ങൾക്ക് ഒരു ഉപയോഗവുമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഫോണിൽ നിന്ന് തട്ടിക്കളയേ, വേറെ അപ്പീലൊന്നുമില്ല അവിടെ. അതുമാത്രമല്ല, ഇതിൻ്റെ പെർമിഷൻ വന്നുകൊണ്ട് ഈ പെർമിഷനുകളെല്ലാം ഒഴിവാക്കി കൊടുക്കുക. കൺഫേം കൊടുത്ത് പെർമിഷൻ ഒഴിവാക്കുക. അല്ല എങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓണായിരിക്കും ഉണ്ടാവുക. ഇതും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വന്ന് ഓരോ പെർമിഷനുകളും നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കുക, ആപ്ലിക്കേഷൻ്റെ മുഴുവൻ പെർമിഷനുകളും. എന്നിട്ട് ഫോർ സ്റ്റോപ്പ് കൂടി കൊടുക്കുക, ക്ലിയർ ക്യാഷ് ക്ലിയർ ഡാറ്റ കൂടി കൊടുക്കുക, ക്ലിയർ സ്റ്റോറേജും കൊടുക്കുക. ഇങ്ങനെ എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് ആവശ്യം വരുന്ന ആപ്പാണെങ്കിൽ അതിൽ തന്നെ വെക്കുക. അല്ല എങ്കിൽ ക്ലിക്ക് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. ബസ് ഇത്രയുള്ള പരിപാടി. പക്ഷെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇമെയിൽ കൊടുത്ത് ഉപയോഗിക്കുന്നുണ്ടാവും. അത് ഇതേപോലെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. പക്ഷെ നമ്മൾ അതിൽ ഇമെയിൽ ഐ ഡി ഡിസ്കണക്ട് ചെയ്യാൻ നമ്മൾ മറന്നു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണക്റ്റഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇമെയിൽ ഐ ഡി ഏതെങ്കിലും ആപ്ലിക്കേഷനിലോ ഏതെങ്കിലും വെബ്സൈറ്റിലോ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കണക്റ്റ് ആയിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഇമെയിലുമായി. ഇനിയിപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. ആ ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഇമെയിൽ ഐ ഡിയുമായിക്കാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തതൊക്കെ കാണിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകമായും ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ആപ്പിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡിയുമായി ഡിസ്കണക്ട് ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ ഇമെയിൽ ഐ ഡിൻ്റെ പെർമിഷൻ കാര്യം കഴിഞ്ഞാൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണക്റ്റഡ് ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനും വെബ്സൈറ്റുകളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ടെസ്റ്റ് പ്ലസിലൊക്കെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഇവിടെ വേറെ ഒരെണ്ണത്തിൽ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, ക്യാൻവയിൽ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു AI ചാറ്റ് ബോട്ടിലുള്ള ഇമെയിൽ ഐ ഡി ഞാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് കാണാം ഡിലീറ്റ് ആൾ കണക്ഷൻ ദാറ്റ് യു ഹാവ് വിത്ത് AI ചാറ്റ് ബോട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കൺഫേം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഇതുമായിട്ട് നമ്മുടെ ഇമെയിൽ കണക്ഷൻ, ഇമെയിൽ ബന്ധം ഒഴിവാക്കി. ഇപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനുമായിട്ട് നമ്മൾ ഇമെയിൽ ഐ ഡി കണക്ഷൻ ഇല്ല. ഇങ്ങനെ എല്ലാതും നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മൾ സുരക്ഷിതമായി ഉപയോഗിക്കുക. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡികൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ദുരുപയോഗം ചെയ്യാനും നമ്മുടെ വിലപ്പെട്ട ഡാറ്റകൾ ഇമെയിലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചോരാനും സാധ്യതയുണ്ട്. അപ്പം അതിനാൽ ഈ കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തരും. അപ്പോൾ ഈ ഒരു അറിവ് മാക്സിമം ഷെയർ ചെയ്യുക. പലവട്ടം ചെയ്തതാണ് എങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വീണ്ടും ആവർത്തിച്ചത്. ടെക്നോളജി വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.